ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓട്ടത്തിൽ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിയർ ഒന്നും വണ്ടിക്ക് വീഴുന്നില്ല. ഓട്ടത്തിൽ അല്ലാതെ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് എല്ലാ ഗിയർ വിട്ടാലും ഗിയർ വീഴും. പക്ഷെ ഓട്ടത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിയറും വീഴുന്നില്ല. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളും അയച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ ഗിയർ ബോക്സ് അയച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിനകത്ത് ക്ലച്ചിന്റെ അതുപോലെ തന്നെ ഈ മെറ്റൽ പൊടി പോലെ കിടക്കുന്ന ഈ റിങ്ങിലൊക്കെ മുട്ടി കിടക്കുന്നത് ഇതിന്റെ സ്പ്രിങ് പൊട്ടിയതിന്റെ പാടാണ്. അതിപ്പോ നമുക്ക് കാണിക്കാം. ഇതെല്ലാം ഫുള്ള് സ്പ്രിങ് അരഞ്ഞതിന്റെ പാടാണ് ഈ കാണുന്നത് മൊത്തവും. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പൊടി കിടക്കുന്നത് ഇതിന്റെ മെറ്റൽ പൊടിയാണ്. ഇതിനുള്ളിൽ വരുന്ന സ്പ്രിങ് പൊട്ടിയതിന്റെ പാടാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സിന്റെ ഭാഗത്തോട്ട് നോക്കാം. അപ്പോൾ ഇതിന്റെ ഗിയർ ബോക്സ് ആണ് അയച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ റിലീസ് ബെയറിങ്ങും അതിന്റെ റിലീസ് ബെയറിങ് വിത്ത് സ്ലേവ് സിലിണ്ടറാണ് ഇതിന് വരുന്നത്. അത് നമ്മൾ അയച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലച്ച് ഡിസ്കിന്റെ പ്രഷർ പ്ലേറ്റിന്റെ അവസ്ഥ നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ്. അപ്പോൾ ഈ ക്ലച്ച് ഡിസ്കിന്റെ അവസ്ഥ നോക്കിയാൽ മനസ്സിലാവും. സ്പ്രിങ് ഒക്കെ പൊട്ടിയിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ വരുന്ന സ്പ്രിങ് ആണ്. ഇത് പൊട്ടി വെളിയിൽ കിടന്നിട്ട് ഈ ഭാഗത്ത് വന്ന് കിടന്ന് ഒരഞ്ഞ പാടാണ് ഈ കാണുന്നത്. ഇതിന്റെ പൊടിയാണ് നമ്മൾ ഒന്ന് ക്ലച്ച് ഡിസ്കിന്റെ പൊടിയുണ്ട്, അത് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഒരു സിൽവർ കളറിൽ കാണുന്നത് ഇതിന്റെ മെറ്റൽ പൊടിയാണ്. അതായത് ഈ ഭാഗം ഈ സ്പ്രിങ് കിടന്ന് ഒരഞ്ഞിട്ട് കട്ടായി പോയതാണ് ആ കാണുന്ന ആ ഫ്ലൈവീലിന്റെ സൈഡിൽ കാണുന്ന ആ പൊടി. അതുപോലെ ഇതിന്റെ ക്ലച്ചിന്റെ അവസ്ഥ നോക്കാം. ഈ ബാങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അതുപോലെ തന്നെ റിവിറ്റ് പിടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. ഇത് ക്ലച്ച് ഡിസ്ക് പൂർണ്ണമായിട്ടും തീർന്നിരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ റിവിറ്റ് പിടിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് റിവിറ്റ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ, അതായത് ക്ലച്ച് ഡിസ്ക് സ്പ്രിങ് കിടന്ന് പറഞ്ഞിട്ട് ഇത് മെൽറ്റായിട്ട് ചൂടായേക്കുന്നതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗിയർ വീഴാതെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോർക്കിനൊക്കെ ഇതിന്റെ സെന്ററിനൊക്കെ ഫുള്ള് പ്ലേ ആണുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ റിവിറ്റ് പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ ഉരുകിയേക്കുന്ന പാട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റിൽ ഈ ഭാഗത്ത് റിവിറ്റ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗവും നല്ല രീതിയിൽ തേയ്മാനം ഉണ്ട് പ്രഷർ പ്ലേറ്റിൽ. അപ്പോൾ മെയിൻ ആയിട്ട് വന്നേക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് പൊട്ടിപ്പോയി. അതായത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് തീർന്നു പൂർണ്ണമായിട്ടും. ക്ലച്ച് ഡിസ്ക് മാറേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. എഞ്ചിന് ആ ഒരു വലിയ വ്യത്യാസമൊക്കെ എപ്പോഴേ വന്നു തുടങ്ങിയതാണ്. കാരണം ക്ലച്ച് ഡിസ്കിന് ഒട്ടും പോലും ഗ്യാപ്പേ ഇവിടെ ഇല്ല. മീൻസ് ആ റിവിറ്റിന്റെ ഗ്യാപ്പ് ഒട്ടും ഇല്ല. ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഭാഗത്ത്, അതായത് ഫ്ലൈവീൽ സൈഡിൽ എന്തായാലും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഫ്ലൈവീലിന് വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ റിവിറ്റൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഫ്ലൈവീൽ ഡാമേജ് ആയി പോകും. അപ്പോൾ ഇതിന് ഗിയർ വീഴാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രിങ് പൊട്ടിയിട്ട് ക്ലച്ച് ഡിസ്ക് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഗിയർ വീഴാത്തതിന്റെ മെയിൻ കാരണം ക്ലച്ച് ഡിസ്ക് നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗിയർ കറക്റ്റ് ആയിട്ട് വീഴും. സ്റ്റാർട്ടിങ്ങിൽ ഗിയർ വീഴും, പക്ഷെ വണ്ടി മൂവ് ആവാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ രണ്ട് കംപ്ലൈന്റ് ക്ലച്ചിനുണ്ടാവാം. ഇതുപോലെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ ഇതിന്റെ സെന്ററിന് ഒക്കെ പൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഗിയറും വീഴാത്ത ഒരു അവസ്ഥ വരും. ഈ സിലിണ്ടറിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഇതിന്റെ സിലിണ്ടർ ഡാമേജ് അല്ല, ഇത് പൊട്ടിപ്പോയിട്ടാണ് ഗിയർ വീഴാതെ വന്നേക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ടാണ് ഈ ഒരു പാടും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ആ പൊടി വന്നേക്കുന്നത് ഇതിന്റെ ഒരഞ്ഞ പാടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൂടെ നമുക്ക് റിലീസ് ബെയറിംഗ് മാറണം, പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് ഡിസ്ക് ഇതെല്ലാം മാറണം. ഇതാണ് ഇതിന്റെ പുതിയ ക്ലച്ച് ഡിസ്ക് വന്നിട്ട്. ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും ഇത്രയ്ക്ക് ഗ്യാപ്പ്. ഇവിടെ ഈ വെട്ട് നോക്കിയാലും അതുപോലെ തന്നെ ഇതിന്റെ ഗ്യാപ്പ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലെ ഗ്യാപ്പ്. ഇതാണ് ഇതിന്റെ പ്രഷർ പ്ലേറ്റ് വരുന്നത്. ഇതാണ് ഇതിന്റെ പുതിയ റിലീസ് ബെയറിംഗ് വരുന്നത്. റിലീസ് ബെയറിംഗ് വിത്ത് സ്ലേവ് സിലിണ്ടർ, ക്ലച്ചിന്റെ സ്ലേവ് സിലിണ്ടർ ഉൾപ്പെടെയാണ് ഇതിന് ഡീസൽ വണ്ടിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷെ ഗിയർ വീഴുന്നില്ല. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗിയറും വീഴും. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിയറും വീഴുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിന്റെ ക്ലച്ച് ഡിസ്കിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടി അതിന്റെ ഇടയ്ക്ക് എല്ലാം കയറി ഇരുന്നിട്ട് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ ക്ലച്ച് ഡിസ്കിന്റെ സ്പ്രിങ് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇതിന് ഗിയർ വീഴാതെ ഇരുന്നത്. അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ആ ഫുള്ള് ജാമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഇതിന്റെ റിലീസ് ബെയറിംഗ് കൂടെ മാറണം. കാരണം ക്ലച്ച് ഡിസ്ക് എപ്പോഴും അഴിച്ചാലും ഇതിന് അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ റിലീസ് ബെയറിംഗ് വിത്ത് സ്ലേവ് സിലിണ്ടർ ആണ് വരുന്നത്. ഇതിനകത്താണ് ഇതിന്റെ സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആ സിലിണ്ടർ മാറണം, ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മാറി വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡീസലിന്റെ ഗിയർ വീഴാത്ത ഗിയർ ഷിഫ്റ്റിംഗിന്റെ പ്രോബ്ലത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.